everyone, welcome back to Shibla's Kitchen. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ടോപ്പ് ഫോർവേഡ് കേക്കിന്റെ ഒരു ഡെക്കറേഷനും ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ട്ടോ. ഫിനിഷ് ചെയ്യാൻ കുറച്ച് പണിയുണ്ട്, എന്നാലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ടോപ്പ് ഫോർവേഡ് കേക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പം ഒന്ന് ഓർക്കുക, ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കുക കേട്ടോ. ഏറ്റവും മുകളിലുള്ള എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഒരുപാട് പേര് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം പറയുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തിട്ടും നോട്ടിഫിക്കേഷൻ കിട്ടാത്തവർ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള കേക്ക് എന്ന് പറയുന്നത് വാനില സ്പോഞ്ച് കേക്കാണ് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളത് 7 ഇഞ്ചിന്റെ പാനിൽ ചെയ്തിട്ടുള്ള ഒരു വാനില കേക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കേക്ക് വേണമെങ്കിലും എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ളത് എടുക്കാം. ഇനിയിപ്പോൾ ഓർഡർ ആണെങ്കിൽ അവർ പറയുമല്ലോ ആ ഒരു രീതിയിൽ. അപ്പം ഞാനിത് 4 ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. 4 ലെയറായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പെർഫെക്റ്റ് റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓവൻ ഇല്ലാതെ ചെയ്യുന്ന വീഡിയോ തന്നെ വേണമെങ്കിൽ ഇട്ടിട്ടുണ്ട്, ഓവനിൽ ചെയ്യുന്നതും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുക കേട്ടോ. അപ്പോൾ ഇത് 3 ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. 3 ആയിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ കുറച്ചും കൂടി ഹൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 4 ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഐസിങ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തു, ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തു, പിന്നെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫില്ലിങ്ങിൽ ഞാൻ കുറച്ച് സ്ട്രോബെറി ക്രഷും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫില്ലിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെന്ന് വെച്ചാൽ അത് കൊടുക്കാം. ഇന്നത് കൊടുക്കണം എന്നൊന്നും നിർബന്ധമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫില്ലിങ് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ലെയർ കേക്കും കൂടി വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പിൽ വെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഒരുപാട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നില്ല, കാരണം എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്തെടുക്കുന്നതേ മാത്രമേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ 4 ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ടോപ്പ് ഫോർവേഡ് കേക്കിന് എന്തായാലും ക്രം കോട്ടിങ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മളിത് ആ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് ആദ്യം തന്നെ 2 കോട്ടും കൊടുക്കുന്നില്ല. ഒന്ന് നന്നായിട്ട് നല്ല ഷാർപ്പായിട്ട് തന്നെ ഒന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കുക ആദ്യം. ഇപ്പം ഞാനിത് ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മണിക്കൂറെങ്കിലും മിനിമം ഫ്രിഡ്ജിൽ സെറ്റാവാൻ വെക്കണം കേട്ടോ. സമയമില്ലാന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ അരമണിക്കൂറോ 1 മണിക്കൂറോ വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ നല്ല സമയത്തോടെ ചെയ്യുകയാണെങ്കിൽ ഒരു 2-3 മണിക്കൂർ താഴെ ഫ്രിഡ്ജിൽ സെറ്റാവാൻ വെച്ചാൽ മതി. എത്ര നേരം കൂടുതൽ വെക്കുന്നോ അത്രയും നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു 5 മണിക്കൂറൊക്കെ താഴെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ 5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തെടുത്തതാണിത്. എന്നിട്ട് ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് മുകളിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് താഴെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പക്ഷെ അത് നിൽക്കില്ല കേട്ടോ. ഓർഡറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതുപോലെ അടിയിൽ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി സ്പേസ് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിൽക്കില്ല, മറിഞ്ഞു പോവും. ഇപ്പം ഞാനിതാ ഇത്രയും ഒരു വീതിക്കുള്ളത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ സെറ്റായതിന് ശേഷമാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ കുത്തനെ വെക്കാൻ പറ്റും. അപ്പോൾ ക്രം കോട്ടിങ് ചെയ്ത പാടെയാണെങ്കിൽ അതൊരു ലൂസായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ല ക്രം കോട്ടിങ് ചെയ്തിട്ട് നല്ല രീതിയിൽ സെറ്റായതിന് ശേഷം നമ്മൾ ഇതുപോലെ കൈകൊണ്ട് തന്നെ എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതാ കണ്ടില്ലേ, താഴെ ഭാഗമൊക്കെ നല്ല സെറ്റായിട്ട് ഒട്ടിപ്പിടിച്ചിട്ട് പോലും ഇല്ല. അപ്പം നല്ല രീതിയിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ഒന്ന് ആ ഒരു ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം, ഇതുപോലെ കുത്തനെ വെക്കുന്ന സമയത്ത് കുറച്ച് ക്രീം താഴെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ, ഒന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഓർഡറൊന്നുമല്ല, ഞങ്ങൾക്ക് കഴിക്കാനുള്ള കേക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ താഴെ ക്രീമൊന്നും ആക്കി കൊടുത്തിട്ടില്ല. ഓർഡർ ആണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളിങ്ങനെ ക്രീം കൊടുക്കണം. പിന്നെ ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കളറിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കളർ ഇഷ്ടമാണെങ്കിൽ ഏതെങ്കിലും കളർ ഇട്ടിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ വൈറ്റ് വെച്ചിട്ട് തന്നെയാണ് ഫിനിഷിങ് ചെയ്യുന്നത്. എൻ്റെ പൊന്നോ, ഫിനിഷിങ് ചെയ്യാൻ കുറച്ച് പണി തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ആദ്യം ഞാൻ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതുപോലെ കുറച്ചൊന്ന് ക്രീം എല്ലായിടത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഞാൻ സ്ക്രാപ്പറും കൂടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യം ഈ ഒരു നമ്മൾ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ക്രീം ആക്കിയതിനെ ഒന്ന് ഈ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്യാണ്.
ഇത് ഈ ഒരു രീതിയിലുള്ള കേക്കൊന്നും ചെയ്തിട്ട് നമുക്ക് അത്ര ശീലമില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ചധികം സമയം തന്നെ എടുക്കുന്നുണ്ട് ഇതൊന്ന് ഫിനിഷായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ റൗണ്ട് കേക്ക്, സ്ക്വയർ കേക്ക് ഒന്നും ചെയ്യുന്ന പോലെയല്ലല്ലോ, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പല്ലേ ഇത്, റൗണ്ട് കേക്ക് കുത്തനെ വെച്ചതുപോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പാടുണ്ട്. അപ്പോൾ ഞാൻ സ്ക്രാപ്പറും അതുപോലെ തന്നെ പാലറ്റ് നൈഫും മാറി മാറി ഉപയോഗിച്ചിട്ട് ഞാനൊന്ന് ഏകദേശം ഫിനിഷിങ്, മൊത്തത്തിലൊരു നല്ല ഫിനിഷിംഗ് എന്ന് പറയാനൊന്നുമില്ല, എനിക്ക് അത്രയും ഫിനിഷിംഗ് ആയി തോന്നിയിട്ടില്ല ഞാൻ ചെയ്തത്. ഏകദേശം ഒരു ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ പാലറ്റ് നൈഫ് ഒന്ന് ജസ്റ്റ് ചൂടുവെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ലാസ്റ്റ് ഒന്ന് ഇതുപോലെ ഉരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് മുകൾ ഭാഗത്തിലൂടെ ജസ്റ്റ് ഒന്ന് സ്ക്രാപ്പറും കൂടി ഞാനൊന്ന് ഓടിച്ച് വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് നേരം ഞാൻ ഈ കേക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇത്രയും ഫിനിഷാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ എനിക്ക് പറ്റുന്നില്ല, ഇത്രയും ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് സിൽവർ ഡസ്റ്റ് ആണ്. ഒന്നിങ്ങനെ ഗ്ലിറ്ററിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഊതി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തന്നെ കഴിക്കുന്ന കേക്ക് ആയതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഊതി കൊടുക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്തോട്ട് കൊടുക്കുന്നതാണെങ്കിൽ ഷിമ്മർ പമ്പ് വെച്ചിട്ട് പമ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒരു ഗ്ലിറ്ററിങ് ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആ ഒരു ഡസ്റ്റ് ഞാൻ മൊത്തത്തിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം കേക്കിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ഫൈനലായിട്ട് ഞാൻ കുറച്ച് ഫോണ്ടന്റ് വർക്ക്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ കേക്കിൻ്റെ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഹേർട്ട് ഷേപ്പിലുള്ള ഫോണ്ടന്റ് വർക്കാണ് കൊടുക്കുന്നത്. ഇതാ കണ്ടില്ലേ, നമ്മുടെ കേക്ക് നല്ല പളപളാന്ന് മിന്നുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ ഡസ്റ്റ് ഷിമ്മർ പമ്പോ അല്ലാന്നുണ്ടെങ്കിൽ എയർ ബ്രഷിൽ ഡസ്റ്റ് വരില്ല, ഷിമ്മർ പമ്പിൽ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഞാൻ താഴെ ബോർഡർ ആയിട്ട് കൊടുക്കുന്നത് സിൽവർ കളറിലുള്ള പേൾസ് ആണ്. അപ്പം ഞാൻ ബാക്ക് സൈഡിലോട്ട് കൊടുക്കുന്നില്ല, ഫ്രണ്ട് സൈഡിലോട്ടും 2 സൈഡിലോട്ടും മാത്രം ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പേൾസ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഫോണ്ടന്റ് ഡെക്കറേഷനും കൂടി വെച്ച് കൊടുക്കുകയാണ്. ഞാൻ ഇവിടുത്തെ ഹേർട്ട് ഷേപ്പിലുള്ളത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്കൊരു ആ ഒരു ഐഡിയയിൽ വെച്ച് കൊടുക്കാം. ഒരു സൈഡിലോട്ടായിട്ടാണ് ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇത് പ്രത്യേകിച്ചിട്ട് ഹസ്ബൻഡിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിലോ വൈഫിൻ്റെയോ ഒക്കെ ബർത്ത്ഡേക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ ലവേഴ്സിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ബർത്ത്ഡേക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു തീമിൽ വരുന്നൊരു ഡെക്കറേഷനാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ തീം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡെക്കറേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് മൊത്തത്തിൽ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മുകളിലോട്ടായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിത് എങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുള്ള ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുപോലുള്ള ചെറിയ ഹേർട്ട് ഷേപ്പിലുള്ള കുക്കി കട്ടർ ഉണ്ടല്ലോ, ആ ഒരു കുക്കി കട്ടർ വെച്ചിട്ട് ഇതുപോലെ ഒരു ഹേർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറിയ ഹേർട്ട് കട്ടർ എന്തെങ്കിലും ഉണ്ടാവും. നമുക്കിത് ഫോണ്ടന്റ് ടൂൾ തന്നെയാണ്. ആ ഒരു ഫോണ്ടന്റ് ടൂൾ വെച്ചിട്ട് ഉള്ളൊന്ന് ഇതുപോലെ ജസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഉൾഭാഗത്തുള്ളതും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ജസ്റ്റ് നടുഭാഗം ഹോളായ പോലുള്ള അതും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ പുതിയ മോഡൽസ് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അപ്പോൾ ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ ഒരുപാട് കേക്ക് റെസിപ്പീസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ, താങ്ക് യു.